ഞാൻ എൻ്റെ GFTനെ 50K അക്കൗണ്ട് ഇന്റൻഷനലി ബ്രീച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കോ? യെസ്, ഐ ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ഇന്റൻഷണൽ ആയിരുന്നു, ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വൈ ഐ ഡു ദാറ്റ്. ഞാൻ GFTയുടെ അക്കൗണ്ട് കുറെ ടൈം ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് തിങ് ഈസ്, ഞാൻ profit target almost എത്താനായി, but then something happened and then loss ആയി, and then I came back and then പിന്നെ loss ആയി, and I was so frustrated of this process back to back, and slowly അത് എൻ്റെ സൈക്കോളജിനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് I was getting emotional. എനിക്കൊന്ന് ആ റീസൺ കൊണ്ടാണ് ഞാൻ ബാക്കി അക്കൗണ്ട്സിൽ ആ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. I took this conscious decision that either ഞാൻ എൻ്റെ സൈക്കോളജി ചൂസ് ചെയ്യും ഓർ ദിസ് ഫണ്ട് അക്കൗണ്ട്. ഒബ്വിയസ്ലി ഞാൻ എൻ്റെ സൈക്കോളജി ചൂസ് ചെയ്തു, കാരണം എൻ്റെ അഭിപ്രായത്തിൽ സൈക്കോളജി ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് തിങ്. ഫണ്ട് അക്കൗണ്ട്സ് നമുക്ക് പിന്നെയും മേടിക്കാം, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ബട്ട് സൈക്കോളജി ഒരിക്കൽ മെസ്സപ്പ് ആയാൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുത്തത്. ഞാൻ GFTയിൽ ഹൈ റിസ്ക് ട്രേഡിംഗ് ചെയ്യും. either the account will pass or അത് ബ്രീച്ച് ആവും. ആൻഡ് ആസ് യു നോ അത് ബ്രീച്ച് ആയി. ബട്ട് ഐ ആം വെരി ഹാപ്പി, കാരണം ആ ഒരു സ്ട്രെസ് എൻ്റെ ഷോൾഡേഴ്സ് നിന്ന് പോയി. ആ ഫുൾ ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ ആൻഡ് ആ ഫുൾ ട്രേഡിന്റെ ഹിസ്റ്ററി എൻ്റെ മൈൻഡിലൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ദിസ് ഹാപ്പൻ ദാറ്റ് ഹാപ്പൻ, അതൊക്കെ വാനിഷ്ഡ് ആയി. ലൈക്ക് ഇറ്റ് ഡസൻ എക്സിസ്റ്റ് എനിമോർ. സോ ഇപ്പോൾ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ഉണ്ട് ടുവേർഡ്സ് ട്രേഡിംഗ്, ആൻഡ് ഐ ആക്ച്വലി ലവ് ഇറ്റ്. എനിക്കറിയില്ല ഇഫ് ഇറ്റ് മേക്ക് സെൻസ് ടു യു ഓർ നോട്ട്, ബട്ട് ഇതാണ് ഞാൻ യൂഷ്വലി ചെയ്യുന്നത്. ഐ ഓൾവേസ് ചൂസ് മൈ സൈക്കോളജി ഓവർ ഫണ്ടഡ് അക്കൗണ്ട്സ്. ഓക്കെ, വൺ മോർ ഡിസ്ക്ലെയിമർ ഐ വോണ്ട് ടു ഗിവ് യു ഇസ് ദാറ്റ് ഈ ഒരു ഡിസിഷൻ ഞാൻ എടുത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ബിക്കോസ് ഐ ക്യാൻ അഫോർഡ് ഇറ്റ്. ഐ ക്യാൻ take this risk, I can afford to lose over here. But എല്ലാവർക്കും ഇത് പറ്റില്ല. നിങ്ങൾ ഡിസൈഡ് ചെയ്യണം നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം എനിക്കറിയാം കുറെ ആൾക്കാർ സേവ് ചെയ്തിട്ടാണ് ഫണ്ട് അക്കൗണ്ട്സ് ബൈ ചെയ്യുന്നത്, ആൻഡ് ഇറ്റ്സ് നോട്ട് എൻ ഈസി ഡിസിഷൻ ഫോർ മെനി പീപ്പിൾ. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കണ്ടീഷൻ വെച്ചിട്ട് മാത്രമായിരിക്കണം ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഡോണ്ട് ഗെറ്റ് ഇൻസ്പയർഡ് ബൈ മീ, ബിക്കോസ് ഐ ആം ഏബിൾ ടു ഡു ഇറ്റ്. ദാറ്റ് ഇസ് വൈ ഐ എം ഡൂയിങ് ഇറ്റ്. പിന്നെ എൻ്റെ പ്രയോറിറ്റി ആണ് ടു പ്രൊട്ടക്ട് മൈ ഇമോഷൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത്. ഓൾസോ ലെറ്റ് മീ ഇൻ ദ കോമന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു ഡിസിഷൻ വളരെ റാഷ് ആയിട്ടൊന്ന് തോന്നിയ ഓർ അൺനെസസറി ആയിട്ടൊന്ന് തോന്നിയ, ബിക്കോസ് ഐ ഓൾസോ വോണ്ട് ടു നോ യുവർ POV. ആൻഡ് നിങ്ങൾ എൻ്റെ സ്ഥലത്താണെങ്കിൽ ഓർ നിങ്ങൾ ഇൻ ജനറൽ എന്തായിരിക്കും ചെയ്യുക ഈ ഒരു സിറ്റുവേഷൻ വെൻ യു തിങ്ക് ദാറ്റ് ഒരു ഫണ്ട് അക്കൗണ്ട് നിങ്ങൾ വളരെ മെന്റലി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്താ ചെയ്യുക?